ഇളനീർപ്പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി മുത്തശ്ശി അവരെ രണ്ടുപേരെയും കൂട്ടി അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ രേവതിനെ പൊക്കി കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ പൊക്കി നിർത്തി മണിയടിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രനെയാണ്. ചന്ദ്ര ശ്രുതി വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ എല്ലാവരെയും ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ട്. അച്ഛനെയും ശ്രുതിയെയും അതുപോലെ തന്നെ ശ്രീനെയൊക്കെ വിളിക്കുന്നുണ്ട്. മറ്റവരെ അന്വേഷിക്കും, പക്ഷെ അവരിവിടെ ഇല്ലാന്ന് രവീന്ദ്രൻ പറയും. അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് ഉദ്ഘാടനത്തിന് ചെല്ലും. ചന്ദ്രയും അതുപോലെ തന്നെ രവിയേട്ടനും കൂടി ചെല്ലുമ്പോൾ കടയുടെ പേര് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയില്ല. കടയുടെ പേരൊക്കെ പിന്നെ പറയാം, ഉദ്ഘാടനം ആദ്യം കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ ചന്ദ്രനെ ഉദ്ഘാടനം കഴിക്കുന്നത് അമ്മായിമ്മനെ കൊണ്ട് ഉദ്ഘാടനം കഴിപ്പിച്ച് അമ്മായിമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പേര് അനൗൺസ് ചെയ്യേണ്ട കാര്യം അതും ചന്ദ്രയ്ക്ക് തന്നെയാണ്. അങ്ങനെ ആ നാട പിടിച്ചിങ്ങനെ മാറ്റുമ്പോൾ ചന്ദ്രാസ് ബ്യൂട്ടി പാർലർ എന്ന ബ്യൂട്ടി പാർലറിന്റെ പേര് അത് കാണുമ്പോൾ ചന്ദ്ര കണ്ണൊക്കെ ആകെ തിളങ്ങും. ആൻറ്റി കാരനല്ലേ എനിക്ക് ഇങ്ങനെ ഒരു മാർഗം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ രവിക്ക് ആകെ ഒരു സംശയമാവുന്നുണ്ട്. പിന്നെ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അതല്ല, ഞാനാണ് മോട്ടിവേഷൻ ഞാൻ പറഞ്ഞിട്ടാണ് മോള് ഇങ്ങനെ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെയൊക്കെ വിഷയം മാറ്റുന്നുണ്ട്. അങ്ങനെ അമ്മായിമ്മ ഉദ്ഘാടനവും കഴിച്ച് അതുപോലെ തന്നെ കടയുടെ പേര് അമ്മയുടെ പേരിലായതോടുകൂടി ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആദ്യത്തെ അതിഥി ചന്ദ്ര തന്നെയാണ്. ബ്യൂട്ടി പാർലറിൽ ഒരുക്കി ശരിക്കും കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി അയൽ ഹീലുള്ള ചെരുപ്പൊക്കെ ഇടിച്ച് നല്ല സുന്ദരിയായി നിർത്തുന്നുണ്ട്. രവീന്ദ്രന്റെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ രവീന്ദ്രൻ അത് മനസ്സിലാവണ പോലില്ല നമ്മുടെ ചന്ദ്ര എന്നുള്ള കാര്യം. അതിനുശേഷം അവിടെ നിന്ന് പോരുന്നുണ്ട്. പിന്നീട് സച്ചിനെ വിളിക്കും. സച്ചി അച്ഛൻ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയും ബ്യൂട്ടി പാർലറിലും. പിന്നെ അമ്മയുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രേവതി അതൊക്കെ എല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രേവതി ഇങ്ങനെ നന്നായി പുകഴ്ത്തി പറയുന്നുണ്ട്. സച്ചി ആദ്യത്തെ പോലത്തെ വെറുപ്പൊന്നും പറയുന്നില്ല, അവൾ നല്ലവളാണ്, അവൾ പാവണം, അവൾ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ രവീന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മറിഞ്ഞു നിന്ന് കേട്ട രേവതിക്ക് അതിനേക്കാളേറെ സന്തോഷമാവുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്.